ഇതാണ് ഓൾഡ് വേൾഡ് നാരോസ്. ഡിഫറെൻറ്റ് ടൈപ്സ് നാരോസുകളുണ്ട് ബേഡ്സിൽ. ഇത് പ്രവാസ ലോകത്ത് നമുക്കറിയാം ഇപ്പോൾ ധാരാളമായി കാണുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രചരണ കാലമാണ്. ഈ തണുപ്പ് കാലത്തോടെ ആവുന്ന സമയത്ത് ധാരാളമായി നമുക്കിത് പുറം ലോകത്ത് കാണാം. ഇതിപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ ഇന്നലെ വന്നതാണ്. ഇത് അതിൻ്റെ നെസ്റ്റ് തകർന്നിട്ട് അതിൽ നിന്ന് താഴോട്ട് വീണ് അങ്ങനെ സംരക്ഷണവുമായിട്ട് എത്തിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ധാരാളമായിട്ട് മുമ്പ് കണ്ടിരുന്നു ഈ തരത്തിലുള്ള നാരോസുകൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ മൊബൈൽ ടവറുകളുടെ ഉപയോഗം കാരണം ഇത്തരത്തിലുള്ള നാരോസുകളൊക്കെ വളരെയധികം കുറഞ്ഞു വരികയാണ്. അതിൻ്റെ അമ്മ ഇവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കിളികളൊക്കെ കണ്ടാൽ നമ്മൾ സംരക്ഷിച്ച് നിർത്തുക. കാരണം ഇതൊക്കെ പെട്ടെന്ന് ഇതിനെ മറ്റ് ഏജന്തുകളൊക്കെ പിടിച്ച് ഭക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് സംരക്ഷിച്ച് ആ ഒരു സംരക്ഷണം നൽകി കഴിഞ്ഞാൽ അതിന് വീണ്ടും ഒരു ജീവിത ലോകത്തിലേക്ക് തിരിച്ചു വരാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഏത് ജന്തുജാലങ്ങളായാലും അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക്. ഇതിപ്പോൾ നമ്മളെ വിട്ടു പോണില്ല, കാരണം അത്രയും നമ്മളുമായിട്ട് ഇണങ്ങി ചേർന്നു. ഇനി ഈ ഓൾഡ് വേൾഡ് നാരോസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഇതിന് പൊതുവെ അടക്കാക്കിളി അങ്ങനെയൊക്കെയാണ് പറയുക. പല നാട്ടിലും പലതുമാണ് പറയുക. അപ്പോൾ ഇതൊന്നും നമ്മളുമായിട്ട് ഇണങ്ങാൻ സാധ്യത വളരെ കുറവുള്ളതാണ്. പക്ഷേ ഇത് ഇന്നലെ നമ്മളടുത്ത് വന്ന് നമ്മളുമായിട്ട് ഒരുപാട് ഇണങ്ങിയത് കൊണ്ട് ഇത് പോവാൻ ഇത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ആശാന് പോകാനുള്ള ഒരു പരിപാടിയില്ല. നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് ഇത് ഇവിടെ വെക്കാൻ. പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് അത് പോകാൻ അതിന് തീരെ താല്പര്യമില്ല. നമ്മളൊക്കെ ഇതിൻ്റെ ഭക്ഷണവും കാര്യങ്ങളും ഒന്നും നമുക്ക് എന്താ പറയുക കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം മാത്രമല്ല കൊടുക്കാൻ പറ്റും, ചെറിയ പ്രാണികളാണ് കൊടുക്കാൻ പറ്റുക. ആശാന് പോകാൻ തീരെ താല്പര്യമില്ല. എന്താ ചെയ്യുക? അയ്യോ, നമ്മളങ്ങനെ പതുക്കെ റിലീസാക്കിയിട്ടുണ്ട് ആശാനെ. ഓക്കെ, ബൈ ബൈ. ഇനി പോവുകയാണെങ്കിൽ പോട്ടെ, ഇല്ലെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ സംരക്ഷിക്കും.